ഈ ചാനലിലൂടെ ഒരുപാട് UFO കേസസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെയധികം സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒട്ടുമിക്ക UFO കേസസ് ഫേക്ക് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസും ഒന്നിനോടൊന്ന് മികച്ച എവിഡൻസസ് തന്നെയാണ്. എന്നാൽ ഈ വീഡിയോയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ UFO എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏലിയൻ ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കമന്റുകളല്ല ഞാൻ അടുത്ത UFO വീഡിയോയിൽ വന്ന് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സെപ്റ്റംബർ 18, 1976 ആ ദിവസം രാത്രി ടെഹ്റാനിൽ കണ്ടുവരുന്ന ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഹുസൈൻ പിറൌസി, ഇദ്ദേഹം ഇവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ജോലി എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു എയർ സ്പേസിലുള്ള എയർക്രാഫ്റ്റുകളെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് അത്രയധികം തിരക്കുള്ള ഒരു എയർപോർട്ട് അല്ലായിരുന്നു. അതായത് ഇവിടേക്ക് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ദിവസം രാത്രി അദ്ദേഹം പതിവ് പോലെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരുപാട് കോളുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവിന് വിപരീതമായി ഇദ്ദേഹത്തിന് ഒരുപാട് കോളുകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഓരോ കോളിന്റെ മറുവശത്ത് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന് ലഭിച്ച എല്ലാ കോളുകളും പറയുന്നത് ഒരേ കാര്യം തന്നെയായിരുന്നു. അതായത് എയർപോർട്ടിന്റെ അടുത്ത് എന്തോ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആകാശത്തേക്ക് ഇങ്ങനെ ഹോർ ചെയ്ത് നിൽക്കുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാവരും എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു എയർ ട്രാഫിക് കൺട്രോളർ എങ്ങനെയാണ് വിമാനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുന്നിൽ ഒരു റേഡാർ പോലത്തെ വലിയൊരു സ്ക്രീൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഫ്ലൈറ്റുകളൊക്കെ പറക്കുന്ന ആ ഒരു ഡയറക്ഷനും അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അതിന്റെ ഹൈറ്റും ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പല പല ഫ്ലൈറ്റുകളുടെ ട്രാഫിക് ഇദ്ദേഹം നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ഇത്രയധികം കോളുകൾ കിട്ടിയത് കൊണ്ട് തന്നെ ഇദ്ദേഹം നേരെ നോക്കിയത് ഈ പറയുന്ന ആ ഒരു സ്ക്രീനിലേക്ക് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ആ ഒരു സ്ക്രീനിൽ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുന്നില്ല. അതായത് നാട്ടുകാരെല്ലാവരും കാണുന്ന ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഈ പറയുന്ന റേഡാറിൽ ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി, ഇതൊരു ഫോൾസ് ഇൻഫോർമേഷൻ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന് ഇത്ര അധികം കോളുകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം കൺഫ്യൂഷനും തോന്നി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല. ഇദ്ദേഹം നിൽക്കുന്ന ആ ഒരു ടവറിന്റെ പുറത്തേക്ക് പോയിട്ട് ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് ഇവർ ഈ പറയുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നോക്കി. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ടിപ്പിക്കൽ ATC ടവർ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ടവറിന്റെ മുകളിലായിരിക്കും. അതെന്തിനാണ് അങ്ങനെ വച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു എയർ സ്പേസ് മുഴുവന് കാണാൻ വേണ്ടിയിട്ട്, വിഷ്വലി കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ഈ ടവറിന്റെ അകത്ത് നിന്ന് സ്കൈയിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇദ്ദേഹം എപ്പോഴാണ് പുറത്തിറങ്ങിയത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു സംഭവത്തെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബൈനോക്കുലർ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് ഈ ഒരു സംഭവത്തെ കണ്ടെത്താനും ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഇദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരു സംഭവത്തെ എയറിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു എസ്റ്റിമേറ്റ്, ഒരു കണക്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം കണ്ടത് ഏകദേശം ഒരു 8 മീറ്ററോളം വീതിയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് റെഡ്, യെല്ലോ ഈ 2 കളറുകളും ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഇദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കണ്ടത്. അതായത് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന കോളുകളെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മിക്കവർക്കും തോന്നാം ചിലപ്പോൾ ഇതൊരു സ്റ്റാർ ആയിക്കൂടെ, അപ്പോൾ ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനെ കണ്ടത് മിസ്റ്റേക്ക് ചെയ്തായിക്കൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ എടുത്തിരിക്കുന്ന ഈ ഒരു വ്യക്തി, ഈ ഒരു ഓഫീസർ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ എന്താണ്, ഒരു സാറ്റലൈറ്റ് എന്താണ്, ഈ പറയുന്ന പോലത്തെ ഒരു ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വകതിരിവൊക്കെ ഇദ്ദേഹത്തിന് കൈവശമുണ്ട്. ഇവിടെ ഇദ്ദേഹം ഈ ഒരു ടവറിൽ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രെയിനി ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനത്തെ വളരെ കൗതുകമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇദ്ദേഹം കണ്ടതുകൊണ്ട് തന്നെ ഇദ്ദേഹം നേരെ ഈ ട്രെയിനീസിനെ എല്ലാം വിളിച്ചുകൊണ്ട് അവരെയും കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഒരു സംഭവം വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. അതായത് ഇദ്ദേഹം ആദ്യം നോക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ഒരു ചതുരമാണെന്നുണ്ടെങ്കിൽ ഇവർ നോക്കുമ്പോൾ അതൊരു സർക്കിൾ ആയിരിക്കും. വേറൊരാൾ നോക്കുകയാണെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും. അതായത് ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പ് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്.
പിന്നെ ഏതൊരു ടിപ്പിക്കലായിട്ടുള്ള UAPയുടെ ക്യാരക്ടറിസ്റ്റിക്കും ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ അവിടുന്ന് മാഞ്ഞു, പിന്നെ ചിലപ്പോൾ മാറിയിട്ട് ഒരു 1-2 കിലോമീറ്റർ ആയിട്ടായിരിക്കും ഇതിന് അപ്പിയർ ചെയ്യുക, പിന്നെ അവിടുന്ന് മാഞ്ഞു. അതായത് ഈ ഒരു സംഭവത്തിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക UFO കേസസിൽ ഞാൻ പറയാറുള്ള അതേ കാര്യം തന്നെ, ഇവിടെ ശബ്ദം എന്ന് പറയുന്ന സംഭവം കേൾക്കാനേ ഇല്ല. അങ്ങനെ ഈ കലാപരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം എയർഫോഴ്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതായത് എയർ സ്പേസിൽ നമുക്ക് റേഡാറിൽ പിടിക്കാൻ പറ്റാത്ത എന്തൊരു ഒബ്ജക്റ്റിനെ പറന്നു നിൽക്കുന്നുണ്ട്, അതെന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി എയർഫോഴ്സിനെ വിവരം അറിയിച്ചു. നഡേർ യൂസഫി, ഇദ്ദേഹം ഇറാനിയൻ എയർഫോഴ്സിന്റെ ഒരു ജനറലാണ്. ഇദ്ദേഹം ഫിറോസിയുടെ കോളിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുമ്പോണ്ട് ഈ UAP അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ മായും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അപ്പിയർ ചെയ്യും, അവിടുന്ന് മായും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അപ്പിയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനറലും കണ്ടത്. അത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ജനറൽ ഒരു കാര്യം പറഞ്ഞു, ഇത് ഒരു നക്ഷത്രമല്ല, ഇതൊരു സാറ്റലൈറ്റ് അല്ല, ഇത് ഞങ്ങളുടെ ഒരു ടെക്നോളജി അല്ല. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഇത്തരം സിറ്റുവേഷനിലെല്ലാം ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സ്ഥിരം പ്രോട്ടോകോൾ ഉണ്ട്. അതായത് ഇതെന്താണ് ചെയ്യുന്നത് അതിനൊക്കെ ഇങ്ങനെ സ്റ്റഡി ചെയ്യാൻ നോക്കും, അതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ നോക്കും. അതിനുശേഷമാണ് ഇവർ വേണ്ട ഡിസിഷൻ എടുക്കുള്ളൂ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ ജനറൽ ഈ ഒരു സംഭവത്തെ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം വെളുപ്പിന് ഒരു 1:30 മണിയോടെ ആയപ്പോൾ ഇദ്ദേഹം എയർഫോഴ്സിലേക്ക് ഒരു ഓർഡർ അയക്കുന്നു. F4 ഫാൻറ്റം എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിനെ ഈ ഒരു സംഭവത്തിന്റെ അടുത്തേക്ക് വിടാനായിട്ട് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഈ സംഭവത്തെ തകർത്തിടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ അങ്ങോട്ട് വിട്ടത്, അതെന്താണെന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് F4 ഫൈറ്റർ ജെറ്റിനെ അങ്ങനെ ഇട്ടത്. ഈ ഫൈറ്റർ ജെറ്റിനെ പൈലറ്റ് ചെയ്തത് യഡി നസീരി എന്ന് പറയുന്ന ഒരു ഫൈറ്റർ പൈലറ്റ് ആണ്. അങ്ങനെ ഈ ഫൈറ്റർ ജെറ്റും ഈ ഒരു ഒബ്ജക്റ്റും തമ്മിൽ ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് ഈ ഫൈറ്റർ പൈലറ്റും ഈ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. ഏകദേശം ഒരു 12,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവത്തെ ഇദ്ദേഹം സ്പോട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് വളരെയധികം ബ്രൈറ്റ് ആയിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ പറയുന്നത്. ബ്രൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിളി ബ്രൈറ്റ് ആയിരുന്നു, അതിലേക്ക് ഡയറക്ട്ലി നമുക്ക് നോക്കാൻ കഴിയില്ല, അത്ര അധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു എന്നാണ് ഇദ്ദേഹം ഒക്കെ പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 100 കിലോമീറ്ററിൽ നിന്ന് ഒരു 46 കിലോമീറ്റർ അടുത്തേക്ക് ഈ ഒരു ഫൈറ്റർ ജെറ്റ് എത്തുകയാണ്. ഫൈറ്റർ ജെറ്റ് ഈ പറയുന്ന UFO അടുത്ത് എത്തിയപ്പോൾ തന്നെ UFO കുറച്ച് സ്പീഡിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇതും കൂടി കണ്ടപ്പോൾ നമ്മുടെ ഫൈറ്റർ പൈലറ്റിന് വളരെയധികം കൗതുകം തോന്നി. ഈ ഒരു സംഭവത്തിന്റെ പുറകെ വച്ചു പിടിക്കാനും ഈ ഫൈറ്റർ പൈലറ്റ് തീരുമാനിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ UFOയുടെ യഥാർത്ഥ വേഗത മനസ്സിലായത്. അതായത് ഇദ്ദേഹം കറന്റ്ലി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് Mach 2 സ്പീഡാണ്. അതായത് 2 times സ്പീഡ് ഓഫ് സൗണ്ടിലാണ് ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. ഇത്ര അധികം സ്പീഡിൽ യാത്ര ചെയ്തിട്ട് പോലും ഇദ്ദേഹത്തിന് ഈ UFOനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല. ഈ UFO ഇദ്ദേഹത്തിന് അടുത്തുനിന്ന് ഇങ്ങനെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആക്സിലറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ UFO Mach 2 സ്പീഡിനേലും വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരിക്കലും ഈ ഒരു സംഭവത്തെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിനോടൊപ്പം ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ മാത്രമാണ്, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ദൗത്യം കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം തിരിച്ച് ബേസിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു ക്രോസ് പോലെ ഇങ്ങനെ പറന്നു പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ആ സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പറ്റാവുന്നതിന് കൂടുതൽ സ്പീഡിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇദ്ദേഹം നേരിട്ട് വിറ്റ്നസ് ചെയ്തൊരു ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ടെക്നോളജി അല്ല, മനുഷ്യർക്ക് ഇത്ര അധികം വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു സംഭവത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുമാത്രമല്ല ഇവരിതിനെ കാണുമ്പോൾ ഈ സംഭവം ഹോവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹെലികോപ്റ്ററിനും ഇത്ര അധികം വേഗത്തിൽ യാത്രയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ശരിക്കും എന്തായിരിക്കും? അങ്ങനെ ഈ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ അടുത്തൂടെ പറന്നു പോയതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതിനെ വീണ്ടും ചേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നിട്ട് ലാൻഡിങ് അബോർട്ട് ചെയ്തിട്ട് ലാൻഡിങ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന്റെ പുറകിനെ വച്ചു പിടിക്കുന്നു. പക്ഷെ എന്തെങ്കിലും രക്ഷയുണ്ടോ? ഈ സംഭവത്തിന്റെ വേഗത എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിലെല്ലാം ഇദ്ദേഹം ഈ ഒരു സംഭവമായിട്ടുള്ള ഒരു ക്ലോസസ്റ്റ് അപ്രോച്ച് വരുന്നുണ്ട്, അതായത് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്തായിക്കോട്ടെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫൈറ്റർ ജെറ്റ് മാൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിന്റെ ടാർഗറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അതിന്റെ പല ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം ഈ ഒരു UFO അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ
ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ UFO ഫൈറ്റർ ജെറ്റുമായിട്ട് ഒരു നിശ്ചിത അകലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈന്റ് ഒന്നും അവിടെ വരുന്നുമില്ല. അതോടൊപ്പം തന്നെ പൈലറ്റിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ UFO ഈ പറഞ്ഞ ഫൈറ്റർ ജെറ്റുമായിട്ട് കളിക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്, കളിപ്പിക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യര് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ലെസ് ആണ്. ഇവിടുത്തെ ഒരു UFO ആണ്, ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണ്, ഇതൊരു അൺനോൺ ടെക്നോളജി ആണ് എന്നുള്ളത് ഒരു ഒറ്റ പോസിബിലിറ്റി മാത്രമാണ്. ഇവിടുത്തെ വേറൊരു പോസിബിലിറ്റി എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു എനിമി ടെക്നോളജി ആയിരിക്കാം, അതായത് വേറൊരു രാജ്യത്തിന്റെ ഒരു ടെക്നോളജി ആയിരിക്കാം. അതായത് ഇവരുടെ രാജ്യത്തേക്ക് ഒരു തരത്തിലുള്ള ട്രസ്പാസിംഗ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണി പോലെയാണ് ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റ്. അതോടൊപ്പം ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോൾഡ് വാറിന്റെ സമയമാണ്. അപ്പോൾ ഇവർക്ക് വളരെയധികം കൺഫ്യൂഷൻ തോന്നി, അതോടൊപ്പം തന്നെ വളരെയധികം ദേഷ്യവും കയറി. അങ്ങനെ ഈ ഒരു സംഭവത്തെ തകർത്തിടാൻ വേണ്ടി ഇവരെല്ലാരും തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി രണ്ടാമതും നമ്മുടെ ജനറൽ ഒരു F4 ഫാൻറ്റത്തിനെ വീണ്ടും പറപ്പിച്ചു. ഇത്തവണ ഈ ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ചെയ്തത് പർവീസ് ജഫാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇദ്ദേഹം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളതും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈസിലി ട്രാക്ക് ചെയ്യാൻ കഴിയും, അതായത് ഇങ്ങനെ ടാർഗറ്റിൽ ലോക്ക് ഒക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ദൗത്യത്തിന് സജ്ജമാക്കിയിരിക്കുന്നത് മാക്സിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റിനെ തന്നെയായിരുന്നു. ഈ പ്രാവശ്യം ഈ സംഭവത്തിന് ഒരിക്കലും മിസ്സാവരുത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെ ഫലമായി ഇദ്ദേഹത്തിന് ഈ ഒരു സംഭവത്തെ റേഡാറിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റി. പക്ഷെ നേരത്തെ പോലെ തന്നെ ഈ ഒരു സംഭവം ഈ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു 40-46 കിലോമീറ്റർ അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രതിഭാസം വീണ്ടും ഇദ്ദേഹം കണ്ടു. അതായത് എത്ര അധികം ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഈ സംഭവത്തിന്റെ പുറകെ പോകുന്നോ അത്രയും സ്പീഡിൽ ഈ സംഭവം ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ ഇദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. അതായത് ഈ ഒരു സംഭവത്തെ ആദ്യം കാണുമ്പോൾ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കാം, എന്നിട്ട് അതവിടെ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അതൊരു 40-46 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനെ റീഅപ്പിയർ ചെയ്യും. ഇൻസ്റ്റന്റ്ലി ഒരുമാതിരി ടെലിപ്പോർട്ടേഷനോ അല്ലെങ്കിൽ ടൈം ട്രാവലോ എന്തോ ഒരു സംഭവമാണ് ഈ സംഭവം ചെയ്യുന്നത്. അതും ഇതിവിടെ പറയുന്ന സാധാരണ ആൾക്കാരാണെങ്കിൽ പോട്ടെ നോക്കാം, ഇത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇതൊരു എയർക്രാഫ്റ്റ് ആണോ, ഇതൊരു ഹെലികോപ്റ്റർ ആണോ, ഇതൊരു മീറ്റിയോർ ഷവർ ആണോ, ഇതൊരു സാറ്റലൈറ്റ് ആണോ, ഇത് ഈ പറയുന്ന പോലെ വെതർ ബലൂൺ ആണോ, ഒരു ഹോട്ട് എയർ ബലൂൺ ആണോ, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം ഇവിടെ വെച്ച് തീർന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ വിറ്റ്നസ് ചെയ്ത് ഒരു മാസ് വിറ്റ്നസ് ഉള്ള ഒരു കേസും കൂടിയാണ്. നമ്മുടെ ATCയിലത്തെ ആ ഒരു ഓഫീസറും ഇതേ സംഭവം തന്നെയാണ് കാണുന്നത്. ഒരിടത്ത് ഇങ്ങനെ മാഞ്ഞു പോകുന്നു, വേറൊരിടത്ത് റീഅപ്പിയർ ചെയ്യുന്നു, അവിടുന്ന് മാഞ്ഞു പോകുന്നു, ഒരിടത്ത് ഇങ്ങനെ റീഅപ്പിയർ ചെയ്യുന്നു. ആ ഒരു സംഭവത്തെ നേരിട്ട് വളരെ ക്ലോസ് റേഞ്ചിലാണ് നമ്മുടെ പൈലറ്റും കണ്ടിരിക്കുന്നത്. അങ്ങനെ കലാപരിപാടികളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് ഒരു ലൈറ്റ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഫൈറ്റർ ജെറ്റ് ഈ പറയുന്ന UFOനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. UFO ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഫൈറ്റർ ജെറ്റിന് ഈ ഒരു സംഭവത്തെ പിടിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു UFO എന്തൊരു സംഭവം ഫൈറ്റർ ജെറ്റിന്റെ അടുത്തേക്ക് വീണ്ടും വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മസിൽ മെമ്പർ, ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ് ഒക്കെ വർക്ക് ആവുകയും ഈ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ വെടിവെച്ചിടാനുള്ള തയ്യാറെടുപ്പൊക്കെ ഇദ്ദേഹം എടുത്തു. പക്ഷെ നേരത്തെ സംഭവിച്ച പോലെ, നേരത്തെ പൈലറ്റിന് സംഭവിച്ച പോലെ തന്നെ ഈ സംഭവം ഈ ഒരു എയർക്രാഫ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ എയർക്രാഫ്റ്റ് മാൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ ടാർഗറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഈ മിസൈൽ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ പല പല കംപ്ലൈന്റുകളും ഈ പറഞ്ഞ എയർക്രാഫ്റ്റിൽ സംഭവിക്കുന്നതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്തരം സിറ്റുവേഷൻ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ഈ സംഭവം, ഈ അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു ലൈറ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് ഈ ഫൈറ്റർ പൈലറ്റിനെ ആക്രമിക്കരുത്, ഈ ഫൈറ്റർ പ്ലെയിനെ ആക്രമിക്കരുത്. അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹം എങ്ങനെയോ ഈ ഫൈറ്റർ ജെറ്റിന്റെ ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോവുകയും എന്താണ് ശരിക്കും പുറയിൽ നടക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ജസ്റ്റ് ഒന്ന് തല തിരിച്ച് പുറയിലേക്ക് നോക്കി. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, ആ ഒരു സംഭവം ഇദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്ര നേരം ഇദ്ദേഹമാണ് ആ ഒരു ഒബ്ജക്റ്റിനെ ചേസ് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം ആ ഒരു ഒബ്ജക്റ്റ് ആണ് ഇദ്ദേഹത്തിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഡേഞ്ചറിൽ നിൽക്കുന്നത് ടെക്നോളജിക്കലി ഇൻഫീരിയർ ആയിട്ടുള്ള നമ്മളാണ്, ഈ പറയുന്ന ഫൈറ്റർ പൈലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ റിസ്കിലാണ് നിൽക്കുന്നത്.
എങ്ങനെയെങ്കിലും ഈ സംഭവത്തിൽ നിന്ന് ഇവേഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹം ഫ്ലൈറ്റ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ഈ ഒരു സംഭവം ഈ ഫൈറ്റർ പൈലറ്റിന്റെ പുറകെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഫൈറ്റർ ജെറ്റ് കാണിക്കുന്ന എല്ലാ പരിപാടികളും ATCയിലുള്ള ഇദ്ദേഹം ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ഇദ്ദേഹം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവസാനം ഈ പറയുന്ന സംഭവം ഇതുമായിട്ട് ഇങ്ങനെ വിട്ടുപോയി, അത് ഇങ്ങനെ ഇവേഡ് ചെയ്ത് പോയി. പിന്നീടാണ് നമ്മൾ ജനറലിൽ നിന്ന് വീണ്ടും ഒരു കമാൻഡ് കിട്ടുന്നത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീണ്ടും പോയി എന്നെ വെടിവെച്ചിടാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ പറയുന്ന ഫൈറ്റർ ജെറ്റിന്റെ പുറകെ പോകുന്നു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ആകെ ബഹളോ ആകെ അലമ്പോയ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഫൈറ്റർ ജെറ്റിന്റെ ഫ്യൂൽ അതിന്റെ ഇന്ധനം വളരെയധികം കുറയുകയും ഇദ്ദേഹത്തിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നേരെ ലാൻഡ് ചെയ്യാന്ന് ഒഴിച്ച്. അങ്ങനെ ഇദ്ദേഹം പയ്യെ ബേസിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു തുടങ്ങി. അപ്പോ ഇവിടുത്തെ ആദ്യത്തെ പൈലറ്റ് ബേസിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന ഒബ്ജക്റ്റ് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെ ഈ ഫൈറ്റർ പൈലറ്റ് ഈ എയർഫോഴ്സ് ബേസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സംഭവിച്ചു. അതായത് ഈ സമയം ഇത് സംഭവിച്ചപ്പോൾ ഈ പറയുന്ന ബേസിലുള്ള എല്ലാ ആൾക്കാരും ഈ സംഭവത്തെ ക്ലോസ് ആയിട്ട് കണ്ടു. അതായത് ഈ ഫൈറ്റർ ജെറ്റിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടു. അങ്ങനെ വെളുപ്പിന് 4 മണിയോടെ ഈ ഒരു സംഭവം ആകാശത്തേക്ക് അസെൻഡ് ചെയ്ത്, അതായത് ഇങ്ങനെ റോക്കറ്റ് ഒക്കെ പറന്നു പോകുന്നത് പോലെ യാതൊരു തീയും പുകയൊന്നും ഇല്ലാണ്ട് ഈ ഒരു സംഭവം സ്പേസിലേക്ക് പോയതായിട്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത്. അതിനുശേഷം ആരും ഈ സംഭവത്തിനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയി. ലിസ്ബണിലുള്ള ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് നേരത്തെ പോലെ തന്നെ ഈ ഒരു സംഭവം ആകാശത്തേക്ക് പോകുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അങ്ങനെ അതേ സമയത്ത് തന്നെ മൊറോക്കോയിലുള്ള ഒരുപാട് അതോറിറ്റീസിനും ഇതേ സംഭവത്തിനെ പറ്റിയുള്ള ഒരുപാട് റിപ്പോർട്ടിങ്സും കിട്ടാൻ തുടങ്ങി. ഇവിടെ ഈ ഫൈറ്റർ ജെറ്റും ഈ ഒരു ഒബ്ജക്റ്റും ആയിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് എല്ലാം ഇങ്ങനെ മാൽ ഫംഗ്ഷൻ ഇങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതേ സിറ്റുവേഷൻ തന്നെ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ഫ്ലൈറ്റുകൾക്ക് സിമിലർ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം സംഭവിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോ ഇതാണ് ശരിക്കും ഇവിടെ വെച്ച് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഒഫീഷ്യൽ വേർഡിങ്സ് ആയിക്കോട്ടെ, ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതെന്താണെന്നുള്ള അറിയില്ല, ഇതിന്റെ ടെക്നിക്ക് എന്താണെന്നുള്ള അറിയില്ല, ടെക്നോളജി എന്താണെന്ന് അറിയില്ല, ഇതിപ്പോ ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത വേറൊരു ടെക്കാണ്, നമുക്ക് അറിയാൻ പാടാത്തൊരു ടെക്നോളജി ആണെന്ന് അറിയില്ല. ഇതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇവർ ഒഫീഷ്യലി പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത് ഒരു വെതർ ബലൂൺ അല്ല, ഇതൊരു സ്റ്റാർ അല്ല, ഇതൊരു ഫ്ലൈറ്റ് അല്ല, ഇതൊരു ഹെലികോപ്റ്റർ അല്ല, ഇത് ഈ പറയുന്ന പോലെ വേറെ ഒരു സംഭവമല്ല. ഇത് എന്താണെന്നുള്ളത് അവർക്കറിയില്ല എന്ന് അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. US-ലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയും ഈ ഒരു സംഭവത്തെ വളരെയധികം എക്സ്റ്റെൻസീവ്ലി ഒരുപാട് നാളെടുത്ത് സ്റ്റഡി ചെയ്തൊരു ഇവന്റ് കൂടിയായിരുന്നു. അവർക്കും ഈ ഒരു സംഭവം എന്താണെന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഇവർ വിറ്റ്നസ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് അത് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണെന്നുള്ളതും അതൊരു ഏലിയൻ ആണെന്നുള്ള ഒരു കാര്യം അവർ പറയുന്നില്ല. അതായത് ഇതൊരു ഏലിയൻ ആണ് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നില്ല. ഇത് എന്താണെന്ന് അവർക്കറിയില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഇവന്റിന് അവർക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അവരോട് പറയുന്നുണ്ട്. ഇത് 1976 ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ആ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയില്ല. ഇതിപ്പോ 2025-26 ആ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഡ്രോൺ ആണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു കാര്യം പറയുകയുണ്ടായി, അതായത് കമന്റ്സിന്റെ ഏറ്റവും ബെസ്റ്റ് കമന്റ്സ് ഒക്കെ നോക്കി ഞാൻ പറയുന്നുണ്ടായി. പക്ഷെ എനിക്ക് നല്ല രീതിയിലുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഓക്കെ, ഞാൻ അതിനുള്ള ഒരു റിപ്ലൈ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഒരുപാട് കമന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ കമന്റുകളേക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ എൻ്റെ ആരോഗ്യം ഇപ്പം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്തരം കേസുകളെല്ലാം നമ്മുടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് UFO എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊക്കെ തള്ളാണെന്ന് പറയുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.